Hello friends, welcome back to Damon's Vlogs. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സ്യൂട്ട് ഓപ്പണിംഗ് ആണ്. പബ്ജി മൊബൈലിലുള്ള പുതിയ എക്സ്യൂട്ടായ ഡ്രാഗോൺ എക്സ്യൂട്ട് ആണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അടുത്ത് 18,000 യു സി ഉണ്ട്. സോ ലെറ്റ്സ് നോട്ട് വെയിറ്റ് ഫർദർ, ലെറ്റ്സ് ഗോ ആൻഡ് സീ നമുക്ക് എത്ര യു സിയിലാണ് കിട്ടാൻ പോകുന്നത്. കാരണം ഒത്തിരി പേർക്ക് കുറഞ്ഞ യു സിയിലൊക്കെ കിട്ടിയെന്ന് ഞാൻ കണ്ടു. നമുക്ക് 18 to 22 കേസിനുള്ളിൽ കിട്ടുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ബട്ട് എനിവേസ് നമ്മളെ ലക്ക് നമുക്കറിയാം, വളരെ ശോകമാണ്. സോ ലെറ്റ്സ് സ്ട്രൈറ്റ് ഹെഡ് ഇൻ ടു ദറ്റ് ആൻഡ് ലെറ്റ്സ് സീ ഇഫ് വി ഗെറ്റ് ഇറ്റ് ഓർ നോട്ട്. സോ എൻ്റെ ഒരു ഫ്രണ്ട് കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് പറഞ്ഞു തന്നായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. സോ ഞാൻ അതെല്ലാം ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും. പ്ലസ് വീഡിയോയുടെ അവസാനത്തോടെ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഇഫ് യു ഡു വാച്ച് ഇറ്റ് യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ഇസ് എ ബിഗ് സർപ്രൈസ്. സോ നമ്മൾ തുടക്കത്തിൽ ഒരു 60 യു സി ആണ് നമ്മൾക്ക് ഫസ്റ്റ് സിംഗിൾ സ്പിൻസിൽ വരുന്നത്. നമ്മൾ ഈ സിംഗിൾ സ്പിൻസ് എടുക്കുന്നതായിരിക്കും. സോ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ സിംഗിൾ സ്പിൻസ് എടുക്കുന്നു, പുറത്ത് വരുന്നു, ദെൻ അഗൈൻ പോകുന്നു, സിംഗിൾ സ്പിൻസ് എടുക്കുന്നു. ദെൻ എടുക്കുന്ന സിംഗിൾ സ്പിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 to 10 ടൈംസ് നമ്മൾ സിംഗിൾ സ്പിൻസ് എടുക്കുന്നു. അതിനുശേഷം ആയിരിക്കും നമ്മൾ ബിഗ് ഓപ്പണിങ്സ് ആയിട്ടുള്ളത് 10 വെച്ചിട്ട് പോകാൻ പോകുന്നത്. സോ ഫസ്റ്റ് സിംഗിൾസിൽ നോക്കാം നമുക്ക് എന്തായിരിക്കും ലക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കുന്നില്ല. ദ ലീസർ എക്സ്പെക്ടേഷൻസ് യു ഹാവ് ദ ബെറ്റർ ചാൻസസ് ഓഫ് നോട്ട് ഗെറ്റിംഗ് ഡിസപ്പോയിന്റഡ് എന്നാണല്ലോ. സോ ഞാൻ സിംഗിൾ സ്പിൻസിൽ നോക്കുന്നത് നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളും ഇതിനകത്ത് കിട്ടും. ലൈക്ക് പെയിൻസ് ഒക്കെ 60 യു സി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ഒരു ഹേർട്ടിംഗ് ആയിട്ടുള്ള കേസാണ്. കാരണം നമുക്കറിയാം 60 യു സി നല്ല കോസ്റ്റ് ആണ്, അത് ഏൺ ചെയ്യാൻ നല്ല പാടുമാണ്. അപ്പം അതിനൊക്കെ പെയിന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ശോകമായിട്ട് ഫീൽ ആവും. എനിക്ക് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഒന്ന് രണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഈ കിട്ടുന്ന ഈ കോയിൻസിന് നല്ല വാല്യുബിൾ ആണ്. ഈവൻ ദോ നമുക്ക് മേ ബി എക്സ്യൂട്ട് നമ്മൾ വിചാരിച്ച ടൈമിൽ നമുക്ക് അത് ഒപ്റ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ അത് ഒപ്റ്റൈൻ ചെയ്തതിന് ശേഷം അതിന് ഫർദർ അപ്ഗ്രേഡും കാര്യമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോയിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കോയിൻസ് നമുക്ക് ബൾക്കായിട്ട് കിട്ടുകയാണെന്നുള്ളതാണ് നമ്മളുടെ ഒരു ടാർഗറ്റും വിഷും ഒക്കെ. അപ്പോൾ ഈവൻ സിംഗിൾസ് ആണെങ്കിലും നമുക്ക് ഓക്കെയാണ്. അതിനിടയിൽ ഒരു മിത്തിക് ഇമോട്ട് കിട്ടിയായിരുന്നു. അതിനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. കാരണം അത് അത്ര വലിയ കാര്യമായിട്ട് ഞാൻ തന്നെ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ പണ്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് മിത്തിക് ഇമോട്ടുകളൊക്കെ. ബട്ട് യഥാർത്ഥ ടാർഗറ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ദ ബിഗ് ഗൺ, ദ എക്സ്യൂട്ട്. നമുക്ക് കിട്ടുമോ കിട്ടില്ലേ നോക്കാം. സിംഗിൾ സ്പിൻസ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു 10 എണ്ണം നമ്മൾ ഫസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. ഞാൻ ആ ട്രിക്കാണ് ഇപ്പം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10 സ്പിൻ സിംഗിൾസ്, ദെൻ ആഫ്റ്റർവേർഡ്സ് ആണ് നമ്മളുടെ അതിൻ്റെ ഇടയിൽ കിട്ടിയാൽ നമുക്ക് കൂട്ടി, അല്ലെങ്കിൽ നത്തിങ്. വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത് അപ്രോക്സിമേറ്റ്ലി 20K അടുത്ത് യൂസീസ് ഉണ്ട്. നമ്മൾ 20K ആണ് ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓ മൈ ഗോഡ്, ഇതെന്റെ പബ്ജി കരിയറിലെ ഏറ്റവും വലിയൊരു സ്പിന്നാണ്. ഓ മൈ ഗോഡ്. അതിന്റെ ഇടയിൽ നമുക്കിത് AWMന്റെ സ്കിന്ന് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് 10 സ്പിന്നിൽ. അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്രനേഡും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റി മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. സോ ലെറ്റ് സീ നമ്മുടെ നെക്സ്റ്റ് 10ൽ എന്തായിരിക്കും. ഫസ്റ്റത്തെ 10 നല്ല ഒരു എന്താ പറയുന്നത്, വെൽവിഷ് ആണ് നമുക്ക് കൊണ്ടുവന്നേക്കുന്നത്. സെക്കൻഡിൽ ഓ മൈ ഗോഡ്, ദർ ഇസ് അനദർ മിത്തിക് ഔട്ട്ഫിറ്റ്. ഇതിന്റെ പെയർ ആയിട്ടുള്ള വേറൊരു മിത്തിക് സെറ്റ്. ഓ ഇത് അതായത് അതിന്റെ ഹെഡ് ഗിയർ ആണ്. ഇത് എനിക്ക് ഓൾറെഡി കിട്ടിയായിരുന്നു. ഞാൻ ഓൾറെഡി ഒരു 10 സ്പിൻ. ഓ മൈ ഗോഡ്, ദ ഗ്ലാഡർ, ദ ഗ്ലാഡർ. സോ നമ്മൾ ഈ ഒരു 10 സ്പിന്നിനകത്ത് നമുക്ക് 3 മിത്തിക് ഐറ്റംസ് ആണ് കിട്ടിയിരിക്കുന്നത് ഗൈസ്. 3 മിത്തിക് ഐറ്റംസ്. ലക്ക് ഉണ്ട് ഇന്ന്, നമുക്ക് ലക്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ ജോണതന്റെ വീഡിയോ കണ്ടായിരുന്നു. ആൻഡ് ഐ മസ്റ്റ് സേ he had a tremendous luck in his favor yesterday when I saw this video. So it's absolutely a brilliant opening. Although he spent like 1 lakh UC, അത്രയൊന്നും നമ്മളടുത്ത് എന്തായാലും സ്പെൻഡ് ചെയ്യാനില്ല. നമുക്ക് ഇനി ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. കാരണം ഒത്തിരി തുറക്കേണ്ടി വരും, ഓബിയസ് ആണ്. സോ നമുക്ക് കാണാം എന്താവും എന്നുള്ളത്. ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ഫോർവേഡിങ് ചെയ്യുവാണ്. സോ ഡോണ്ട് മൈൻഡ് ദാറ്റ്. ഓക്കെ, വെൽ വി ഗെറ്റ് ഇറ്റ്. ഓക്കെ, 2 3 മിത്തിക് ഐറ്റംസ് കിട്ടിയത് തന്നെ നമുക്ക് റിപ്പീറ്റഡ് ആയി കിട്ടുന്നുണ്ട്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇതിന്റെ ഒരു സിസ്റ്റമാണ്. കിട്ടുന്നത് കോയിൻസ് ആയി കൺവേർട്ട് ആവുക. ഇൻറ്റു ടെൻ ആയിട്ട് കൺവേർട്ട് ആയി കിട്ടുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കും. ഓ അതിൻ്റെ ഇടയിൽ 300 ടൈംസ് ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിത്തിക് ഔട്ട്ഫിറ്റ് ഇപ്പൊ റിഡീം ചെയ്യാൻ പറ്റും. ഈ ഒരു സിസ്റ്റം പ്രീവിയസ് ഇതുകളിൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ല. ലൈക്ക് ഞാൻ പറയുന്നത്
മമ്മി സെറ്റിന്റെ ഒക്കെ ഒരു ഇറയിലെ പറ്റി കേട്ടോ ഗൈസ്. അല്ലാതെ ഈ റീസെന്റ് ആയിട്ട് വന്ന കുറെ എക്സ്ക്യൂട്ടുകൾ എനിക്ക് സീസൺസിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പഴയതുപോലെ റെഗുലർ ആയിട്ട് കളിക്കാനൊന്നും പറ്റാത്ത ചില ഇതുണ്ട്. അത് കാര്യങ്ങൾ ഉണ്ടായത് കാരണം എനിക്ക് അറിയത്തില്ല എന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടോന്ന്. ബട്ട് പ്രീവിയസിലൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഇല്ലായിരുന്നു. സോ എന്തായാലും നമ്മൾ റിഡീം ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ട് എക്സ്ക്യൂട്ടിന്റെ അകത്ത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒത്തിരി ഐറ്റംസ് വേണം. അതിനുള്ള ടൂൾസ് അല്ലെങ്കിൽ ഇക്വിപ്മെന്റ്സോ അപ്ഗ്രേഡബിൾ മെറ്റീരിയൽസ് നമ്മളെ കയ്യിലുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. സോ നമുക്ക് ഏതായാലും കുറച്ചുകൂടെ സ്പിൻ ചെയ്ത് നോക്കാം, നമുക്ക് നമുക്ക് കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് മാക്സിമം ഒരു 1000 പോയിന്റ്സ് ആവുകയാണെങ്കിൽ എനിക്ക് എന്തായാലും നമുക്ക് 1000 കോയിൻസ് വെച്ച് വെച്ചൊന്നും നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് മാത്രമുള്ള മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയില്ല. അതാണ് എൻ്റെ മെയിൻ റീസൺ. സോ നമുക്ക് കിട്ടുന്ന ഒരു 1000 പോയിന്റ്സ് ആണെങ്കിൽ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗെയിമിങ്ങിലെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള റുജ ഗെയിമിംഗ്, അവൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അവനെ എനിക്ക് പേഴ്സണലി അറിയാം. ഞാൻ അവന്റെ അപ്സ് ആൻഡ് ഡൗൺസ്, അവന്റെ സ്റ്റാർട്ടിങ് എറ തൊട്ടിട്ട് കാണുന്നു. അവന്റെ അപ്സും കണ്ടിട്ടുണ്ട്, അവന്റെ ഡൗൺസും കണ്ടിട്ടുണ്ട്. സോ 1000 പോയിന്റ്സ് ആവുകയാണെങ്കിൽ, അഗൈൻ ഐ എം റിപ്പീറ്റിംഗ്, 1000 പോയിന്റ്സ് ആവുകയാണെങ്കിൽ ഞാൻ ഓൾദോ ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. എന്റെ സ്യൂട്ട് ഞാൻ ബേസിക് ഫോമിൽ വെച്ച് വെച്ച് ഞാൻ അവന് ഗിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. 1000 പോയിന്റ്സ്, കാരണം 1000 പോയിന്റ്സിലെ നമുക്കിത് ഗിവ് അവേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ 1000 പോയിന്റ്സ് ആവുമോ അയ ഞാൻ അവനത് കൊടുക്കും. ഇത് അവനൊരു സർപ്രൈസ് ആയിരിക്കും. അവൻ അറിയത്തില്ല, ഞാൻ സ്പിൻ ചെയ്യുന്ന പോലും അവൻ അറിയത്തില്ല. സോ നാളെ അവൻ അവന്റെ ടൈം ലിമിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോ അവൻ എന്തായാലും ഗെയിമിനകത്ത് കയറാൻ പോലും പറ്റത്തില്ല. അപ്പൊ നാളെ രാവിലെ അവൻ ലൈവ് ഇടുമ്പോൾ അവനിത് കയറുമ്പോൾ ഇത് കാണും. അപ്പൊ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ലൈവിൽ കയറിയിട്ട് നോക്കാം. പക്ഷെ ഞാൻ മേ ബി സ്ലീപ്പിംഗ് ആയിരിക്കും. എന്റെ ഇന്ത്യൻ ടൈമിങ്ങും യു കെ ടൈമിംഗും തമ്മിലുള്ള ഡിഫറൻസ് കാരണം ഞാൻ മേ ബി സ്ലീപ്പിംഗ് ആയിരിക്കും അവൻ കളിക്കാൻ തുടങ്ങുന്ന സമയത്ത്. ബട്ട് എന്തായാലും 1000 പോയിന്റ്സ് കിട്ടിയാൽ ഞാൻ ഡെഫിനറ്റ്ലി അവന് ഗിവ് അവേ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്കൊരു ഒന്ന് രണ്ട് സ്പിന്നൂടെ നോക്കാം. ഒരു 1000 പോയിന്റ്സ് എന്നുള്ള മൈൽ സ്റ്റോൺ ഞാൻ അച്ചീവ് ചെയ്യുമോ എന്ന്. ഓക്കെ ഓക്കെ, ഒരു എക്സ്യൂട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ എക്സ്യൂട്ടിന് ഗൈസ് ഗൈസ് ഞാനത് കാണുന്നത് ശരിയാണെന്ന് എനിക്ക് അറിയുന്നില്ല. ആ എക്സ്യൂട്ടിന് നമുക്ക് 1000 പോയിന്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. ഇത് ഓക്കെ, നമ്മൾ ഈ 1000 പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി അവനത് നമുക്ക് ഇത് ഇൻറ്റു 10 ഒന്നും അല്ല നമുക്ക് കിട്ടി. നമുക്ക് ഡയറക്റ്റ് ഒരു 1000 പോയിന്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. ഞാനിത് വെച്ചിട്ട് ഈ 1000 പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ അവനൊരു എക്സ്യൂട്ട് ഗിഫ്റ്റായി കൊടുക്കുന്നതായിരിക്കുന്നില്ല, ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കും. കാരണം ഞാൻ എന്തായാലും ഇത് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള മേ ബി ലെവൽ 2 ലെവൽ 3 വരേക്ക് കൊണ്ടുപോകാൻ കഴിയായിരിക്കും. പക്ഷെ ഇത് അവൻ ഇരിക്കട്ടെ, ഈ 1000 പോയിന്റ്സിൽ അവനും ഒന്ന് സന്തോഷിക്കട്ടെ. അവന് അതെ. ബൈ ദ വേ ഗൈസ്, കാണുക നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇപ്പോൾ പഴയ പോലെ റെഗുലറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. റോജ റീസെന്റ് കുറെ RP ഗിവ് അവേസ് നടത്തുന്നുണ്ട്, UC ഗിവ് അവേസ് നടത്തുന്നുണ്ട്. സോ do participate in its channel. You guys can get an opportunity to earn some UC or redeem RPs. You don't, if you have it, don't participate it. You just go there, watch there, entertain yourself, and go back. But if you're somebody who doesn't have an RP, who eager to purchase one but doesn't have the financials at the moment, go there. The rules are pretty simple. Just go to the lives, drop your name and ID, and out of those all participants at the end of this month or the next month 10th, you'll be declaring the winner. And if you gain the more points, obviously you will be declared as a new winner. സോ അത്രേ ഉള്ളൂ. സോ ഞാൻ ഇവനൊരു ചെറിയ സ്മോൾ മെസ്സേജ് എഴുതിയിട്ട് ഞാൻ ഇവന് ഫോർവേഡ് ചെയ്യുന്നതാണ് ഗൈസ്. ഏതായാലും ക്ലിക്ക് അടിച്ച് വെച്ചേക്കാം അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ ഞാൻ അതിൽ ഫേക്ക് ഒന്നും കാണിക്കുന്നില്ല. ഞാൻ കൊടുക്കുന്നു പറഞ്ഞു, ഞാൻ കൊടുത്തു, എൻ്റെ ഗിഫ്റ്റ് പോയി. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കയ്യിലുള്ള UCയും ഏറെക്കുറെ സ്വാഹയായി. 18,000 UC ഉണ്ടായിരുന്നു, എല്ലാം സ്വാഹയായി. ബട്ട് ഞാൻ ഹാപ്പിയാണ് ഗൈസ് പേഴ്സണലി. കാരണം എൻ്റെ ഒരു ഒത്തിരി കാലത്ത് എൻ്റെ ഒരു 3000 UC ബാക്കിയുണ്ട്. എൻ്റെ ഒരു ഒത്തിരി കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു UC ഒക്കെ ഒരു എക്സ്യൂട്ട് ഒക്കെ എടുക്കണം എന്നുള്ളത്. തുടക്കത്തിലൊന്നും ഫൈനാൻഷ്യൽസ് അത്രയ്ക്ക് ഇല്ലാത്ത കാരണം പറ്റിയില്ല. ഇപ്പം ദൈവം സഹായിച്ച് കുറച്ച് ഫൈനാൻഷ്യൽസ് ഉണ്ട്. UK വന്നതിന് ശേഷം ഇച്ചിരി ഫൈനാൻഷ്യൽസ് ഉണ്ട്. ഞാൻ ഒത്തിരി ഉണ്ടെന്നൊന്നും പറഞ്ഞില്ല, ഇച്ചിരി ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പം എന്നെ കൊണ്ട് പറ്റിയ ഒരു രീതിയിൽ ഞാൻ അവനെയും കൂടെ ഒന്ന് ചെറിയ രീതിയിൽ സഹായിച്ചെന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഇനി എന്താ പറയുക, ദൈവം സഹായിക്കുവാണെങ്കിൽ I'll be I'll be doing another giveaway of XU to someone who I'll be picking from a random person. So let's see.
ഇതിന് നിങ്ങളുടെ ഒരു ചെറിയ സപ്പോർട്ട് കൂടെ വേണം. You don't have to do anything. Just give me some likes and shares and comments if you liked it. If not, till then,